നമ്മുടെ ലാലേട്ടനായിട്ട് അഭിനയിച്ച സർവകലാശാല സിനിമയെക്കുറിച്ച് നമ്മളൊരു സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സിനിമയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഫേവറേറ്റ് സിനിമയാണ്. എന്നാൽ ലാലേട്ടൻ മമ്മൂക്കയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമ ഏതാണെന്നറിയോ? 1984 റിലീസ് ചെയ്തൊരു സിനിമയാണ് മനസ്സറിയാതെ. ഈ ഒരു സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് നെടുമുടി വേണു, നായിക എന്ന് പറയുന്നത് സറീന വഹാബാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇന്നത്തെ ജനറേഷനിൽ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാനും ഈ അടുത്ത് യൂട്യൂബിലാണ് ആ ഒരു സിനിമയെക്കുറിച്ച് അറിയണതും കാണുന്നതൊക്കെ. അപ്പോൾ ശരിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കാരണം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായ ശേഷം ദൃശ്യത്തിനെ കുറിച്ചുള്ള കുറേ ചർച്ചകൾക്കൊക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ പൊന്തി വന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ജോലി ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവും സറീന വഹാബും നെടുമുടി വേണും ഒക്കെ. അപ്പോൾ ഇതിൽ സറീന വഹാബിൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന ഒരു കഥാപാത്രം, സത്താർ ചെയ്യുന്ന ഒരു വില്ലൻ കഥാപാത്രം ശല്യപ്പെടുത്തുന്നതും, നെടുമുടി വേണു സത്താറിനായിട്ട് ഒരു ചെറിയൊരു ഒരു കശവിഷയൊക്കെ ഉണ്ടാവുന്നതും, നെടുമുടി വേണു സത്താറിനെ ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെയാണ്. പിന്നീട് ഇവരുടെ വീട്ടിൽ സത്താറിൻ്റെ ഡെഡ് ബോഡി ഇവർക്ക് കിട്ടുന്നതൊക്കെയാണ്. അപ്പോൾ ഈ ഡെഡ് ബോഡി ഇവർക്ക് അറിയില്ല അതെങ്ങനെ വന്നു, ആര് കൊന്നു എന്ന് അറിയില്ല. പക്ഷേ ഇവർ പേടിച്ചിട്ട് ഇവരുടെ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ ശ്രമിക്കുന്നതും, പിന്നീട് ഈ സത്താറിനെ തേടി മോഹൻലാലിൻ്റെ കഥാപാത്രം പലപ്പോഴും ഇവരുടെ അടുത്ത് വരുന്നതൊക്കെയാണ്. ഞാൻ സിനിമ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ളതാണ്, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സീൻസ് ഒന്നും അറിയില്ല. പക്ഷെ എൻ്റെ കഥ ഇതാണ്. അപ്പോൾ ഈ ഒരു ഡെഡ് ബോഡി ഇവർ മറവ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അന്ന് ദൃശ്യം ഇറങ്ങിയ ശേഷം എല്ലാവരും ഈ ഒരു സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വരാൻ കാരണം ദൃശ്യം നമുക്കറിയാം ഇതേപോലെ തന്നെ അബദ്ധത്തിൽ ഇവർ വില്ലൻ കഥാപാത്രത്തിനെ കൊല്ലുന്നതും ഇവരുടെ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ മനസ്സറിയാതെയായിട്ട് ദൃശ്യത്തിൻ്റെ ഒരു സാമ്യതയെക്കുറിച്ചും ഇനി അതൊന്ന് ഇൻസ്പയർ ആണോ അതോ ഇനി രണ്ടും ഒരേ ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നതാണോ എന്നുള്ള ചർച്ചകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് സോമൻ അമ്പാട്ട് എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹം അധികം സിനിമകളൊന്നും സംവിധാനം ചെയ്തിട്ടില്ല. സോമൻ അമ്പാട്ട് 70കളിലൊക്കെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം കോളിളക്കം എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം ആദ്യമായിട്ട് ഒരു സിനിമ 84 തന്നെയാണ് ഒരു സിനിമ, അതിൽ മമ്മൂട്ടിയും രതീഷും ഒക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് മനസ്സറിയാതെ. പിന്നെ അദ്ദേഹം മോഹൻലാലിനെ ശങ്കറിനെയൊക്കെ വെച്ച് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. പിന്നെ വീണ്ടും രതീഷിനെ വെച്ച് സിനിമ ചെയ്തു. ഇത്ര സിനിമകൾ അദ്ദേഹം ഇന്ന് ചെയ്തിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഗൾഫിലോട്ട് വേറെ ചില ജോലിക്കായിട്ട് പിന്നെ പോവുകയും ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽ ആവുകയും അദ്ദേഹത്തിൻ്റെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് 2021 5-ൽ തസ്കരൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രഞ്ജി പണിക്കരും അതുപോലെ തന്നെ ഇന്ദ്രൻസും പിന്നെ കുറച്ച് പുതുമുഖ ഒരു നായകനൊക്കെ ആയിരുന്നു ആ സിനിമ അഭിനയിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം എഡിറ്റർ ശങ്കുട്ടി എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇപ്പോൾ നമ്മൾ മനസ്സറിയാന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അതിന് ശേഷം മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേരിൽ അഭിനയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം നേരത്തെ പറഞ്ഞാൽ മോഹൻലാൽ ലാലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞാൽ മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ ആ ഒരു പേര് മോഹൻലാലിന് കൊടുത്തു എന്നുള്ളതൊക്കെ സോമൻ അമ്പാട്ട് എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷനൊക്കെ അദ്ദേഹം പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പ്രൊജക്റ്റ് ആയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരുന്നത്, ഡയറക്ടർ അടുത്തേക്ക്. അതായത് സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കഥ കേട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് ശരിക്കും അന്ന് ഒരു കന്നഡ സിനിമ ഗിരീഷ് കർണാടിൻ്റെ ഒരു സിനിമയുടെ ഒരു റീമേക്ക്, അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടാണ്, ഒരു ഇംഗ്ലീഷ് സിനിമയല്ല, അതിൻ്റെ റൈറ്റ്സ് മേടിച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ആ സിനിമ കുറച്ച് ഓഫ് ബീറ്റ് ലെവലിലുള്ള സിനിമയായിരുന്നു. പക്ഷേ ഇവരത് മലയാളത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ അതിലൊരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് അവർ സിനിമ ചെയ്ത് ഒരു ഫാമിലി ഓഡിയൻസിനെ കൂടി കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഇവർ മമ്മൂട്ടീനെ ഇതിൽ ഈ കഥാപാത്രത്തിനെ നോക്കിയിരുന്നു. പക്ഷെ മമ്മൂട്ടിയുടെ ഡേറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് മോഹൻലാലിനെ പിടിച്ചിട്ടിട്ട് മോഹൻലാലിന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തത് പ്രൊഡ്യൂസറുടെ ഒരു ഐഡിയ ആയിരുന്നു എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. എന്തായാലും എനിക്ക് തോന്നുന്നു അന്ന് ഓഡിയൻസിനൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും തിയേറ്ററിൽ കാണുമ്പോൾ. കാരണം ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മമ്മൂട്ടി എന്നൊക്കെ പറയുന്നത് എന്തായാലും അതൊരു ഹരം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും മനസ്സറിയാതെ എന്ന് പറയുന്ന ഒരു സിനിമ
നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണണം. ഇനി ദൃശ്യമായിട്ട് അങ്ങനെ സാമ്യതയൊന്നുമില്ല, ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ ചില ഇൻസിഡൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ നല്ല രസമുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ്. ലാലേട്ടനൊക്കെ ആ വർഷം ഒരു വർഷം 30 സിനിമയൊക്കെ ചെയ്യുന്നൊരു സമയമാണ്. പക്ഷെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം നായകൻ നെടുമുടിയാണ്, സപ്പോർട്ടിങ് റോളാണ് ലാലേട്ടൻ പറഞ്ഞത്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഞാൻ സിനിമയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ ആ ഒരു സിനിമ നിങ്ങൾ എന്തായാലും കാണണം.